പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പത്രവാർത്തകളിലേക്ക് വേഗമൊന്ന് നമുക്ക് യാത്ര ചെയ്തു വരാം. പ്രധാനപ്പെട്ട ലീഡുകൾ ഞാൻ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. മാതൃഭൂമി പത്രം ചില ബജറ്റാനന്തര നീക്കങ്ങൾ കത്തും കുത്തും എന്നാണ്. കത്തയച്ച് പ്രതിഷേധിക്കാൻ കേരളം, വാക്കുപിഴച്ച് മന്ത്രിമാർ എന്നതാണ് പ്രധാനപ്പെട്ട ലീഡായി മാതൃഭൂമി നൽകിയിരിക്കുന്നത്. മലയാള മനോരമയിൽ കുമാരി സംഭവം, നമ്മൾ അണ്ടർ 19 വനിതാ 20 ലോകകപ്പ് തുടർച്ചയായി 2ാം തവണയും ഇന്ത്യക്ക് കിട്ടുമ്പോൾ നമ്മുടെ ജോഷിത, മലയാളിയുടെ അഭിമാനമായി മാറിയ ജോഷിതയുമായി ടീമിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലീഡ്. US തീരുവ തിരിച്ചടിച്ച് കാനഡ, വ്യാപാര യുദ്ധം എന്ന തലക്കെട്ടിലാണ് മനോരമ ആ അന്തർദേശീയ വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി ആദ്യ പേജിൽ നൽകുന്നത്. ട്രൈബൽ മന്ത്രിയാകേണ്ടത് ഉന്നത കുലജാതൻ, സുരേഷ് ഗോപിയുടെ പരാമർശം വിവാദമായി എന്നും മലയാള മനോരമ ആദ്യ പേജിൽ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടി നൽകുന്നു. ദേശാഭിമാനി കേരളത്തെ കുത്തി കേന്ദ്രമന്ത്രിമാർ, ജോർജ് കുര്യൻ്റെയും സുരേഷ് ഗോപിയുടെയും 2 കേന്ദ്രമന്ത്രിമാരുടെയും വിവാദ പ്രസ്താവനകൾ ഒരുമിച്ച് ലീഡാക്കിയാണ് ദേശാഭിമാനി കേരളത്തെ കുത്തി കേന്ദ്രമന്ത്രിമാർ എന്ന തലക്കെട്ടിൽ ആ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മാധ്യമത്തിലേക്ക് വന്നാൽ ട്രംപിന്റെ ഭീഷണിക്കെതിരെ രാജ്യങ്ങൾ, ചുങ്കത്തിന് ചുങ്കം എന്നുള്ള രീതിയിൽ ഒരു വ്യാപാര യുദ്ധത്തിന്റെ മാതൃകയാണ്. മാധ്യമത്തിന്റെ ലീഡ് ട്രംപാണ്. US ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ചുമത്തുമെന്ന് കാനഡയും മെക്സിക്കോയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഏറ്റുമുട്ടുകയാണ്. വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെടുന്നു അമേരിക്കയോട് കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ. ദ ഹിന്ദു പത്രത്തിലേക്ക് എത്തിയാൽ ടാക്സ് ബ്രേക്ക് വിൽ ഗീവ് എ ഫിലിപ്പ് ടു സ്ലോയിങ് എക്കണോമി എന്ന് സെൻറ്റർ. ടാക്സ് ബ്രേക്ക് നമ്മുടെ മുരടിപ്പുള്ള സാമ്പത്തിക മുരടിപ്പിന് ഒരു മുൻതൂക്കം നൽകും, അല്ലെങ്കിൽ ആക്കം നൽകും എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണം. ഫിനാൻസ് സെക്രട്ടറി തുഹിൻ കാന്ത പാണ്ഡെയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് ദ ഹിന്ദു പത്രം ലീഡാക്കി നൽകിയിരിക്കുന്നത്. അതേസമയം LDFും UDFും സുരേഷ് ഗോപിയുടെ ജാതീയ പരാമർശനം ഒരു വലിയ വിവാദമാക്കിയിരിക്കുന്നതും ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ പ്രധാന വാർത്തയായി നൽകുന്നു. LDF UDF ലോഞ്ച് സ്കാറ്റിംഗ് ക്രിറ്റിസിസം സുരേഷ് ഗോപീസ് കാസ്റ്റീസ്റ്റ് റിമാർക്സ് പാക്സ് റൂ എന്നാണ് പത്രം പറയുന്നത്. ഇനി നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് എത്തിയാൽ വി ആർ ട്രൈങ് ടു മേക്ക് IT ആക്ട് റെലവൻറ്റ് ടു 21st സെഞ്ച്വറി. 21ാം നൂറ്റാണ്ടിന് അനുകൂലമായ വിധത്തിൽ ആദായ നികുതി നിയമ പരിഷ്കരണം കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ ഇന്നലെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. അതാണ് പ്രധാനപ്പെട്ട ലീഡായി നൽകിയിരിക്കുന്നത്. ഇത് നമുക്ക് ഈ പ്രധാനപ്പെട്ട ലീഡുകൾ ഒന്ന് പരിശോധിച്ചു വരാം. മാതൃഭൂമിയിൽ ചില ബജറ്റാനന്തര നീക്കങ്ങൾ എന്ന തലക്കെട്ടിലാണ്, കത്തും കുത്തും എന്ന തലക്കെട്ടിൽ ആ വാർത്ത നൽകിയിരിക്കുന്നത്. കേന്ദ്ര ബജറ്റിൽ അവഗണിച്ചെന്ന് കേരളം പ്രതിഷേധിക്കുന്നതിനിടെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യൻ്റെയും പ്രസ്താവന വൻ വിവാദമായി എന്നാണ് മാതൃഭൂമി പത്രം പറയുന്നത്. കേരളം പിന്നാക്കമാണെന്ന് തെളിയിച്ചാൽ സഹായം ലഭിക്കുമെന്ന ജോർജ് കുര്യൻ്റെ പ്രസ്താവനയുടെ ചുവടുപിടിച്ച് സുരേഷ് ഗോപി നടത്തിയ പരാമർശമാണ് ബജറ്റ് പിറ്റേന്ന് നീറിപ്പിടിച്ചത് എന്നാണ് പത്രം പറയുന്നത്. പറഞ്ഞു കുടുങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പ്രധാനമായും സുരേഷ് ഗോപി എന്താ പറഞ്ഞിരിക്കുന്നത്? കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്ന ആരോപണത്തിൽ നടത്തിയ പരാമർശത്തിൽ കുടുങ്ങി കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും. കേരളത്തിലെ ഭരണപ്രതിപക്ഷം ഒറ്റക്കെട്ടായി കേന്ദ്രമന്ത്രിമാരുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നു. പ്രസ്താവന പിൻവലിച്ച് ജോർജ് കുര്യൻ മാപ്പ് പറയണമെന്നാണ് ആവശ്യം. സുരേഷ് ഗോപിക്കെതിരെയും സമാന പ്രതിഷേധമാണ്. വിവാദത്തെക്കുറിച്ച് പിന്നീട് പ്രതികരിക്കാം എന്നാണ് ജോർജ് കുര്യൻ അറിയിച്ചിരിക്കുന്നത്. ഉന്നത കുലജാതർ ഗോത്രവർഗ മന്ത്രിയാവണം എന്നാണ് പറയുന്നത്. കേരളം നിലവിളിക്കുകയല്ല, കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചെലവഴിക്കുകയാണ് വേണ്ടത്. കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കാക്കേണ്ടയാളാണ് തുടങ്ങിയ കാര്യങ്ങളാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അതിൽ സുരേഷ് ഗോപിക്ക് അബദ്ധം പറ്റിയത് അതിൽ ഉന്നത കുലജാതൻ ട്രൈബൽ മന്ത്രിയാകണം എന്ന് പറഞ്ഞു. അതോടുകൂടി ട്രൈബൽ മന്ത്രിയായിട്ടിരിക്കുന്ന ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്താ അതിന് കഴിവില്ലേ എന്നൊരു ചോദ്യമുണ്ടാവും. മാത്രമല്ല, നായിഡുവും ബ്രാഹ്മണനുമൊക്കെയാണ് ഈ ട്രൈബൽ വകുപ്പ് ഭരിക്കേണ്ടത്. ആ ട്രൈബൽ വകുപ്പ് അവരെ ഏൽപ്പിച്ചാൽ അത് നന്നായി ഭരിക്കും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അതിനോട് വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. പറഞ്ഞ് BJPക്ക് തന്നെ അത് പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. BJP അതിനെക്കുറിച്ച് കമാന്തര അക്ഷരം ഇതുവരെ മിണ്ടിയിട്ടുമില്ല. ഇനി മലയാള മനോരമയിലേക്ക് എത്തിയാൽ വ്യാപാര യുദ്ധം എന്ന തലക്കെട്ടിൽ US തീരുവ തിരിച്ചടിച്ച് കാനഡ. കാനഡ US മേൽ 25% നികുതി ചുമത്തുന്നു. US കാനഡയ്ക്ക് മേൽ 25% നികുതി ചുമത്തുന്നു. US മെക്സിക്കോയ്ക്കെതിരെ 25% നികുതി ചുമത്തുന്നു. US ചൈനയ്ക്കെതിരെ 10% നികുതി ചുമത്തുന്നു. അങ്ങനെ വ്യാപാര യുദ്ധമായി മാറുകയാണ് ഇറക്കുമതി ചുങ്കത്തിൻ്റെ പേരിലുള്ള ട്രംപിൻ്റെ തീരുമാനങ്ങൾ. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ചൈനയ്ക്കുമെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച കനത്ത ഇറക്കുമതി തീരുവകൾ വ്യാപാര യുദ്ധത്തിലേക്ക്. കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും ചൈനയിൽ നിന്നുള്ളവയ്ക്ക് 10% തീരുവയും നാളെ മുതൽ പ്രാബല്യത്തിലാക്കിയുള്ള ഉത്തരവുകളിലാണ് ട്രംപ് ഒപ്പിട്ടത്. മേക്ക് ഇൻ അമേരിക്ക 25% ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചാണ് കാനഡ അതിന് മറുപടി നൽകിയിരിക്കുന്നത്. മെക്സിക്കോയും
തീരുവ നടപടി ആലോചിക്കുകയാണ്. ലോക വ്യാപാര സംഘടനയെ സമീപിക്കുമെന്ന് ചൈന അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. US ബഹിഷ്കരണത്തിന് ജസ്റ്റിൻ ട്രൂഡോ അധികാരമൊഴിയുന്ന കാനഡ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ ഉത്തരവിന് പിന്നാലെ കാനഡയും US പങ്കിടുന്ന പൊതുചരിത്രവും സംസ്കാരവും എടുത്തു പറഞ്ഞ് വികാരാധീനനായി. എന്നാൽ ഇന്ന് ട്രംപ് അതിന് നൽകിയിരിക്കുന്ന മറുപടി, അമേരിക്കയിൽ 50 സംസ്ഥാനങ്ങളാണ്, 51ാമത്തെ സംസ്ഥാനമായി കാനഡ മാറുകയാണെങ്കിൽ ഇറക്കുമതി ചുങ്കമൊക്കെ കുറച്ചു തരാം എന്നതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാഗ്ദാനം എന്നുള്ളത്. കാനഡയെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. കാനഡയ്ക്ക് സോവറിറ്റി അഥവാ പരമാധികാരമുണ്ടല്ലോ. എന്നാൽ അത് ജസ്റ്റിൻ ട്രൂഡോ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അമേരിക്കയെ പൂർണ്ണമായും ബഹിഷ്കരിക്കുക എന്നതാണ്. US വസ്തുക്കൾ ബഹിഷ്കരിക്കണമെന്ന് ജസ്റ്റിൻ ട്രൂഡോ കാനഡയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട വാർത്തയാക്കി മാറ്റുന്നത്. മുകേഷിനും മണിയൻപിള്ള രാജുവിനുമെതിരെ ആലുവ സ്വദേശിയായ നടി നൽകിയ ഹർജിയിൽ പീഡന പരാതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നു. മഞ്ചേരിയിൽ ഈ എളങ്കൂരിൽ അധിക്ഷേപത്തിൽ മനം നൊന്ത യുവതിയുടെ മരണത്തിൽ ഭർത്താവ് അറസ്റ്റിലായി എന്ന വാർത്തയും മലയാള മനോരമ ആദ്യ പേജിൽ ലീഡ് വാർത്തയായി നൽകുന്നുണ്ട്. ഇനി നമ്മൾ മാധ്യമത്തിലേക്ക് എത്തിയാൽ ട്രംപിൻ്റെ ഭീഷണിക്കെതിരെ രാജ്യങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട ലീഡ് വാർത്ത. അതോടൊപ്പം തന്നെ മലേഷ്യൻ തലസ്ഥാനമായ കുലാലംപൂരിൽ നടന്ന Under-19 വനിതാ ലോകകപ്പിൽ കിരീടം നേടി ഇന്ത്യൻ ടീമിൻ്റെ ചിത്രം മാധ്യമം എല്ലാ പത്രങ്ങളും ആദ്യ പേജിൽ തന്നെ വലിയ ആഘോഷപൂർവ്വം പങ്കുവയ്ക്കുന്നുണ്ട്. തുടർച്ചയായി രണ്ടാമത്തെ 2020 Under-19 വനിതാ ലോകകപ്പ് കിരീടമാണ് ഇന്ത്യ നേടുന്നത്. ഇന്ന് നമ്മൾ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. അതും ഇന്ത്യൻ മലയാളി താരം ജോഷിതയുണ്ട് ആ ടീമിൽ എന്നുള്ളത് നമുക്ക് കൂടുതൽ അഭിമാനം പകരുന്ന കാര്യവുമാണ്. വഖഫ് JPC റിപ്പോർട്ട് വിയോജിപ്പിലും കത്രിക. ഇന്ന് സഭയിൽ വെക്കാനിരുന്നത് അവസാന നിമിഷം മാറ്റി എന്ന വാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നു. വഖഫ് സ്വത്തുക്കൾക്കുമേൽ പിടിമുറുക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ വഖഫ് ബില്ലിലെ വിവാദ നിർദ്ദേശങ്ങൾക്ക് മേലൊപ്പ് ചാർത്തിയ സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിൽ വെക്കാനിരുന്നത് അവസാന നിമിഷം മാറ്റി. രാത്രി പുറത്തിറക്കിയ ലോക്സഭാ നടപടികളുടെ പുതുക്കിയ അജണ്ടയിൽ നിന്ന് JPC റിപ്പോർട്ട് സമർപ്പണം ഒഴിവാക്കി. പ്രതിപക്ഷ അംഗങ്ങൾ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ ഒന്നുപോലും സ്വീകരിക്കാതെ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അവരുടെ ഭാഗം വിയോജനക്കുറിപ്പായി അനുബന്ധത്തിൽ ചേർക്കാമെന്ന ഉറപ്പും ലംഘിച്ചാണ് ചെയർമാൻ ജഗദംബിക പാൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങിയത്. കൂടുതൽ പേജുള്ള വിയോജനക്കുറിപ്പുകളും JPC വോട്ടിനിട്ട് തള്ളിയ പ്രതിപക്ഷ നിർദ്ദേശങ്ങളും റിപ്പോർട്ടിനോടൊപ്പം അനുബന്ധമായി ചേർക്കാനാവില്ലെന്നാണ് ചെയർമാൻ പറഞ്ഞത്. ചെയർമാനും BJP MP സഞ്ജയ് ജയ്സ്വാളും ചേർന്ന് റിപ്പോർട്ട് ലോക്സഭയിൽ വയ്ക്കുമെന്നാണ് അജണ്ടയിലുണ്ടായിരുന്നത്. റിപ്പോർട്ടിനോടൊപ്പം സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുമ്പാകെ ലഭിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തെളിവുകളും ഉണ്ടാകുമെന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയിരുന്നുവെന്നും പത്രം പറയുന്നുണ്ട്. ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ കേരളത്തെ കുത്തി കേന്ദ്രമന്ത്രിമാർ എന്ന തലക്കെട്ടിൽ 2 പരാമർശങ്ങളും നൽകിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യൻ്റെയും പരാമർശം നൽകുന്നു. ആദിവാസി ക്ഷേമ മന്ത്രി ഉന്നത കുലജാതനാകണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞതും പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായി നൽകുന്നു. നികുതി യുദ്ധത്തിന് തുടക്കമിട്ട് ട്രംപ് വടക്കേ അമേരിക്കൻ രാജ്യങ്ങളെയും ലോകത്തെയും വ്യാപാര യുദ്ധത്തിലേക്ക് വലിച്ചിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മെക്സിക്കോയിൽ നിന്നുള്ള കാനഡയിൽ നിന്നുള്ള ഇറക്കുമതി 25%, ചൈനയിൽ നിന്നുള്ള 10% തീരുവ ചുമത്തുന്ന ഉത്തരവിൽ ഒപ്പിട്ടു എന്ന വാർത്തയും നൽകുന്നുണ്ട്. 2 വയസ്സുകാരി ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട കേസിൽ ദേവേന്ദുവിൻ്റെ അമ്മ ശ്രീധുവിനെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്ത വാർത്തയും ദേശാഭിമാനി ആദ്യ പേജിൽ നൽകുന്നു. ഇനി നമുക്ക് എഡിറ്റോറിയൽ പേജിലേക്ക് വളരെ വേഗം എത്തിയാൽ മലയാള മനോരമയുടെ ഉൾപേജിലെ എഡിറ്റോറിയൽ പേജിൽ ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത് Under-19 വനിതാ ലോകകപ്പിൽ ഇന്ത്യ കിരീടം ചൂടിയ വാർത്തയാണ്. Under-19 വനിതാ ലോകകപ്പ് ജയം രാജ്യത്തിനാകെ പ്രചോദനം. ഇന്ത്യയിൽ ക്രിക്കറ്റ് ആരാധനയ്ക്ക് പ്രായവ്യത്യാസമോ ലിംഗഭേദമോ ഇല്ല. ക്രിക്കറ്റ് മികവിനും അങ്ങനെ തന്നെ. മലേഷ്യയിൽ നടന്ന Under-19 വനിതാ 2020 ലോകകപ്പിൽ ആധികാരിക ജയങ്ങളോടെ കിരീടം ചൂടി ഇന്ത്യൻ പെൺകുട്ടികൾ വിളിച്ചു പറയുന്നതും അതാണ്. സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും എല്ലാം അടങ്ങുന്ന സീനിയർ പുരുഷ ടീം വെസ്റ്റ് ഇൻഡീസിലേക്ക് ലോക കിരീടം നേടിയതിന് 1 വർഷം മുൻപ് തികയും മുൻപെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ ഗേൾസിൻ്റെ ഈ നേട്ടം എന്ന് പത്രം പറയുന്നു. മനോഹരമായ ഒരു വിജയമായിരുന്നു അത്. പ്രത്യേകിച്ച് തുടർച്ചയായിട്ട് രണ്ടാമത്തെ വിജയം ഇന്ത്യ നേടുമ്പോൾ അത് നമുക്കെല്ലാവർക്കും അഭിമാനം നൽകുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ജോഷിത ഇന്ത്യൻ ടീമിലുണ്ട് എന്നുള്ളതാണ്. പ്രതിഷേധാർഹം ഈ അവഗണന എന്ന തലക്കെട്ടിൽ ശനിയാഴ്ച അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റാണ് മാതൃഭൂമി എഡിറ്റോറിയലാക്കിയിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സഹായധനം പോലും പ്രഖ്യാപിക്കാതിരുന്നത് കേരള മനസാക്ഷി അലോസരപ്പെടുത്തുക തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പറയുന്നത്. കേരളത്തിന്റെ ബജറ്റിൽ പരിഗണന ലഭിക്കാതിരുന്നതിനെപ്പറ്റി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നടത്തിയ വിവാദ പരാമർശം ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്നാണ് മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയലും പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട
എഡിറ്റോറിയലുകളും ലീഡ് വാർത്തകളും നമുക്ക് ദ ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ കൂടി ഒന്ന് വേഗം പരിശോധിക്കാം. വിതൗട്ട് വാറന്റ് പോലീസ് സീഷർ ഓഫ് ജേർണലിസ്റ്റ് ഫോൺസ് ഇൻ ചെന്നൈ ഈസ് നത്തിങ് ബട്ട് ഹരാസ്മെന്റ്. ചെന്നൈയിൽ പോലീസ് ഈ ഒരു ജേർണലിസ്റ്റിൻ്റെ ഫോൺ വിത്തൗട്ട് വാറന്റ് കസ്റ്റഡിയിലെടുത്തതാണ് പത്രം എഡിറ്റോറിയലാക്കിയിരിക്കുന്നത്. ദ സീഷർ ഓഫ് മൊബൈൽ ഫോൺസ് ഫ്രം സം ജേർണലിസ്റ്റ് ഇൻ ദ നെയിം ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഹൗ ഡീറ്റെയിൽസ് ഓഫ് ദി ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് പെർട്ടൈനിങ് ടു ദ റേപ്പ് കമ്മിറ്റഡ് ഓൺ ദി അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇൻ ചെന്നൈ ലാസ്റ്റ് ഡിസംബർ ഈസ് ഹോളി അൺവാറന്റഡ് ആൻഡ് പോസിബിളി ഇല്ലീഗൽ. അണ്ണാ ക്യാമ്പസിൽ നടന്ന റേപ്പുമായി ബന്ധപ്പെട്ട എഫ്ഐആറിൻ്റെ പരാമർശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരിൽ നിന്ന് അവരുടെ ഫോൺ പിടിച്ചെടുത്തത് മാധ്യമപ്രവർത്തകർക്കുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നാണ് ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ പത്രവാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വളരെ സമ്പന്നമായൊരു വാർത്താദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രധാനമായും ഇന്ന് കണ്ണൂരിൽ CPM-ന്റെ ജില്ലാ സമ്മേളനം അവസാനിക്കാനിരിക്കെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് MV ജയരാജൻ ഒഴിഞ്ഞേക്കാൻ സാധ്യതയില്ല എന്നാണ് ഈ നിമിഷവും നമുക്ക് കിട്ടുന്ന വിവരം. വൈകുന്നേരത്തോടുകൂടി കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതോടൊപ്പം PP ദിവ്യയുടെ കേസുമായി ബന്ധപ്പെട്ട് ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM PP ദിവ്യയെ ഇന്നലെ പൂർണ്ണമായും തള്ളിയിരുന്നു ഉച്ചയോടുകൂടി. ഈ വിഷയത്തിൽ പിന്നീട് ഒരു തിരുത്തുമായിട്ട് പാർട്ടി സെക്രട്ടറി MV ജയരാജൻ വന്നു. ഇന്നലെ മുഖ്യമന്ത്രിയും PP ദിവ്യയെ പൂർണ്ണമായും തള്ളാതെയും എന്നാൽ പൂർണ്ണമായിട്ടും കൊള്ളാതെയുമുള്ള ഒരു പ്രസംഗമാണ് നടത്തിയത്. തല്ലിയും തലകൂടിയും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.